ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. കുറച്ച് നേരത്തെ എനിക്കൊരു കോള് വന്നു. മോളാണ്. മോളിനെ പഠിപ്പിക്കാനായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് ഏതാണ്, പുറത്തൊന്നും പോയി മോളിനെ പഠിപ്പിക്കാൻ താല്പര്യമില്ല, കേരളത്തിൽ തന്നെ ഏതാണ് നല്ല എൻജിനീയറിംഗ് കോളേജ്, ഇതായിരുന്നു ആ കുട്ടിയുടെ അമ്മയുടെ ഒരു ചോദ്യം. നമുക്കറിയാം, ഈ ഒരു റാങ്കിങ് ഫ്രെയിംവർക്ക് ഉണ്ട്, NIRF എന്ന് പറയുന്ന റാങ്കിങ് ഫ്രെയിംവർക്കിൽ കേരളത്തിലുള്ള IITനേക്കാൾ കൂടുതൽ റാങ്കിങ് ഉള്ള ക്യാമ്പസാണ് NIT കോഴിക്കോട് എന്ന് പറയുന്ന ക്യാമ്പസ്. നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട് NIRF റാങ്കിങ് നോക്കുകയാണെങ്കിൽ 25ആണ്. അപ്പോൾ അത്രയും നല്ലൊരു ക്യാമ്പസാണ് കോഴിക്കോട് നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പോൾ കേരളത്തിൽ ഒരു കുട്ടിക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നല്ല നിലവാരത്തിൽ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല കോളേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതായിരിക്കും? NIT കോഴിക്കോടാണ്. കാരണം എന്താ? NIRF റാങ്കിങ് ഉണ്ട് അല്ലേ? റാങ്കിങ്ങിൽ 25ാമത്തെ റാങ്കിങ് ആണ് നമുക്ക് കോഴിക്കോട് NITക്ക് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് NIRFൻ്റെ 51ാമത്തെ റാങ്ക് ഉള്ളത് IIT പാലക്കാടിനും മേലെ IIST ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. അപ്പം IIST എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നമ്മളൊരു ഇതേപോലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനാണ്, മുകളിൽ കയറിപ്പോയി അവിടെയാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുക. വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം കൂടിയാണ്, അവിടെ ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് IIST. NIRF റാങ്കിങ്ങിൽ 51ാമത്തെ റാങ്കാണ് IISTക്ക് കിട്ടുന്നത്. അതിൻ്റെ താഴെ നമുക്ക് IIT പാലക്കാട് വരുന്നുള്ളൂ. കാരണം നമുക്കറിയാം IIT പുതിയതാണ്, കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വൈസും റിസർച്ച് വൈസൊക്കെയും. അപ്പോൾ 3ാമത്തെ പ്രയോറിറ്റിയാണ് IIT പാലക്കാട് വരുന്നത്. NIRFൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 64ആണ്, 64. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒബ്വിയസ്ലി CET തിരുവനന്തപുരമാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്ത് പഠിക്കാം. ഒരു നല്ല ക്യാമ്പസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4ാം സ്ഥാനം എന്ന് പറയുന്നത് CET തിരുവനന്തപുരമാണ്. ഇതിൻ്റെ NIRF റാങ്കിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിലോ 150, അതായത് 100 തൊട്ട് 150 വരെ ഉള്ള ഒരു ബാൻഡിലാണ് NIRF റാങ്കിങ് തിരുവനന്തപുരം CETയുടെ എടുക്കുന്നത്. ഇനി NIRF റാങ്കിങ് ഇല്ലാതെ തന്നെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനത്ത് തൃശ്ശൂരുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് നല്ല ഒരു ക്യാമ്പസാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാനായിട്ട് പറ്റും. ഇനി 6ാം സ്ഥാനം എന്ന് പറയുന്നത് TKM കൊല്ലാണ്. തങ്കൽ കുഞ്ഞു മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ തന്നെ ഏറ്റവും പേരെടുത്ത കോളേജുകളാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. 7ാം സ്ഥാനത്ത് തൃക്കാക്കരയുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കോഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അവിടെ PG കോഴ്സുകൾ, MTech കോഴ്സുകളെല്ലാം തന്നെ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സുകൾ, വളരെ മനോഹരമായ കോഴ്സുകളുണ്ട്. അപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനാണ് 7ാമത്തെ സ്ഥാനം വരുന്നത്. 8ാം സ്ഥാനം കോതമംഗലത്തുള്ള MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. മാറത്തേനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലമാണ് 8ാം സ്ഥാനത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ ഗ്രൗണ്ടൊക്കെ ഉള്ള കോളേജാണ്, ഞാൻ പോയിട്ടുണ്ട്. ഇനി 9ാമത്തെ കോളേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് ബാർട്ടൺ ഹിൽ കോളേജാണ്. ഞാൻ അവിടെ നേരിട്ട് പോയപ്പോൾ കണ്ടൊരു കാര്യമാണ്, മെഴ്സിഡസ് ബെൻസ് പോലെയുള്ള കമ്പനികളായിട്ടുള്ള ടൈപ്പുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചോ അടിപൊളി അല്ലേ. അപ്പോൾ അങ്ങനെ 9ാം സ്ഥാനത്താണ് ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. 10ാം സ്ഥാനം RIT
കോട്ടയമാണ്. കോട്ടയത്തുള്ള കോളേജ് നല്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇനി 11ാമത്തെ സ്ഥാനം NSS പാലക്കാടാണ്. നല്ലൊരു ക്യാമ്പസാണ്. നമുക്ക് ഈ പറയുന്ന പോലെ പാലക്കാട് ഭാഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ക്യാമ്പസിലെ ഏറ്റവും നല്ല ക്യാമ്പസാണ് NSS കോളേജ്. ഇനി 12ാമത്തെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ കണ്ണൂരുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 13ാമത്തെ പൊസിഷൻ പാലക്കാട് തന്നെയുള്ള ശ്രീകൃഷ്ണപുരത്തുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 14ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റുള്ള നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. കോളേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ നമുക്ക് കാലിക്കറ്റ് ഉള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുസാറ്റ് ഉണ്ട്, നല്ലൊരു ക്യാമ്പസാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പഠിക്കാനായിട്ട് പറ്റുന്ന ക്യാമ്പസുകളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ക്യാമ്പസുകൾ നമ്മൾ ടോപ്പിൽ നിന്ന് പറയുകയാണ്. NIT കാലിക്കറ്റ്, IIST, അതുപോലെ നമ്മൾ IIT പാലക്കാട്, CET തിരുവനന്തപുരം, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, 6ാം സ്ഥാനം TKM കൊല്ലം, 7 മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, 8 നമുക്ക് MA കോളേജ് കോതമംഗലം, 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ, 10 RIT കോട്ടയം, 11 NSS പാലക്കാട്, 12 GEC കണ്ണൂർ, 13 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, 14 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റും അതുപോലെ കുസാറ്റും. ഇങ്ങനെയുള്ള കോളേജുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കേരളത്തിൽ പഠിക്കാനായിട്ട് പറ്റുന്ന ക്യാമ്പസുകളാണ്. നല്ല ക്യാമ്പസുകളാണ്. നല്ല രീതിയിൽ ക്യാമ്പസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോളേജ് കൊള്ളില്ല എന്നൊന്നല്ല നമ്മൾ പറഞ്ഞത് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. തീർച്ചയായിട്ടും സ്വാശ്രയ മേഖലയിൽ കുറേ നല്ല ക്യാമ്പസുകളുണ്ട്. നമുക്കതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.